ഹലോ, വെൽക്കം ടു ഷാലോസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ട് കൊണ്ടൊരു ചീസ് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പറയണങ്കാട്ടി മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെന്തൊക്കെയാണ് വേണ്ടിയതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 80 ഗ്രാം ബട്ടറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതേപോലത്തെ 2 പാക്കറ്റ് മാരി ഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതന്നെ വേണമെന്നില്ല, ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പം നമുക്കുള്ള ബിസ്ക്കറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അത് ഞാൻ നന്നായി ഗ്രൈൻഡറിലിട്ടിട്ട് നല്ല പൊടിച്ചിട്ട് അതിലോട്ട് ബട്ടർ ഉരുക്കിയത് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ ബേസ്. ഇതുപോലത്തെ നമുക്ക് ബോട്ടം റിമൂവ് ചെയ്യണ പോലത്തെ ഒരു കേക്ക് പാൻ കിട്ടും. അതിലാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നുവെച്ചാൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. നമുക്ക് സ്പൂൺ എടുത്തിട്ട് മെല്ലെ, അപ്പോൾ എല്ലായിടത്തും ഒന്ന് നന്നായി പ്രസ്സായിട്ടിരിക്കും. എന്നിട്ടത് നമുക്ക് 30 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് ക്രീം ചീസാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ പൾപ്പ് വേണം. ഞാൻ 2 ആയിട്ട് ബൗളിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് മേലോട്ട് ഡെക്കറേറ്റ് ചെയ്യാനും, ഒന്ന് നമുക്ക് പേസ്റ്റ് ആക്കാനും. പിന്നെ നമുക്ക് വേണ്ടിയത് 1.5 കപ്പ് ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടറാണ്. അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് പൗഡർ 100 ഗ്രാമിൻ്റെ എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ക്രീമാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു ബൗളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ആദ്യം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 100 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് പൗഡറിൽ കുറച്ച് നല്ല തണുത്ത വെള്ളം ഇട്ടിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല പീക്ക് ലെവലാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടിയത് 1/2 കപ്പിൻ്റെ കണ്ടൻസ് മിൽക്കാണ്. ഇതിൽ ഒരുപാട് സ്വീറ്റ്നെസ് കൂട്ടണ്ട, കാരണം നമ്മൾ ഇളനീർ വെള്ളം നല്ല സ്വീറ്റാണ്. അപ്പോൾ അതന്നെ നമുക്ക് മതി. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടിയത് 200 ഗ്രാമിൻ്റെ ക്രീം ചീസാണ്. അതും ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ക്രീം ചീസ് നേരത്തെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസാണത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. നല്ല സോഫ്റ്റും സ്മൂത്തും ആയിരിക്കണം നമ്മളെ മിക്സ്ചർ. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചെന്ന് പറഞ്ഞാലേ ഇളനീരിൻ്റെ പൾപ്പ്, അത് 1 കപ്പും അതേപോലെ 1.5 കപ്പുള്ള വെള്ളവും എടുത്തിട്ട് നന്നായി ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഞാനൊന്ന്. എന്നിട്ട് ഈ പേസ്റ്റും ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് കയമ്പൊക്കെ അതേപോലെ ഇരുന്നോട്ടെ, അപ്പം നമുക്ക് കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടിയും നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് 15 ഗ്രാം ജെലാറ്റിൻ പൗഡർ ഒരു ബൗളിലെടുത്തിട്ട് അതിലോട്ട് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മൈക്രോവേവിൽ വെച്ചാൽ മതി ഒരു 30 സെക്കൻഡ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ക്രീമിലോട്ട് ഒഴിക്കാൻ. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്കിതും ഇതിലോട്ട് ഒഴിക്കാം. അപ്പോൾ ജെലാറ്റിൻ ഒഴിക്കുമ്പോൾ ബാക്കി കുറച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഒരു 15 ഗ്രാം ആണെങ്കിൽ ഒരു 10 ഗ്രാം ഇതിൽ ഒഴിച്ചിട്ട് 5 ഗ്രാം മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്ക് ഫസ്റ്റത്തെ ബേസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ക്രീമും കൂടി മെല്ലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായി റാപ്പ് ചെയ്തിട്ട് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് 3rd ലെയർ ഉണ്ടാക്കാം. 3rd ലെയർ കുറച്ച് സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 1 ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗറാണ്. ഞാനിവിടെ ഷുഗർ പൗഡർ ആക്കിയിട്ടുണ്ടെന്ന്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ കളർ, ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നേരത്തെ വെച്ച ബാലൻസ് ആയ ജെലാറ്റിനും, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പീസസ് ആയിട്ട് കട്ട് ചെയ്യണമെന്ന്, ആ ടെൻഡർ കോക്കനട്ടും. അപ്പോൾ ഈ ടെൻഡർ കോക്കനട്ടിൽ ഞാനൊരു 4-5 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതും ഇളനീർ വെള്ളം തന്നെയാണ്. അതിലോട്ട് ഞാൻ ജെലാറ്റിൻ ഒഴിക്കാം നമുക്ക്.
ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ പൗഡേർഡ് ഷുഗർ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇതിലോട്ട് കുറച്ച് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി ബദാമിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ തേർഡ് ലെയറായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ക്രീം ഇപ്പോൾ സെറ്റായിട്ടുണ്ട് 2 മണിക്കൂറായപ്പോൾ. ഇനി നമുക്ക് തേർഡ് ലെയർ ഒഴിക്കാം. ഇതും മെല്ലെ ഒഴിച്ചാൽ മതി. ഈ തേർഡ് ലെയർ അത്ര വലിയ സമയമൊന്നും ഉണ്ടാവും, ഒരു 30 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് സെറ്റാവും. അങ്ങനെ നമ്മുടെ ക്രീമിയായ ടെൻഡർ കോക്കനട്ട് ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞും കട്ട പോലെയാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ക്രീം ചീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരണവരെ ബൈ.